ഹായ് ഓൾ, വെൽക്കം ടു അനിലേൺ അക്കാഡമി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് CVT UG വഴി ഐക്കറിലേക്കുള്ള അതിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ നോക്കാം, അതുപോലെ തന്നെ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്താൻ പാടില്ലാത്തത്, അതുപോലെ തന്നെ ഇതിന്റെ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിന്റെ ഫീ പേയ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, കംപ്ലീറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറയാണ്. കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ബേസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു PDF റെഡിയാക്കിയിട്ടുള്ളത്, നമ്മൾ ഈ PPT പ്രസന്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CVT UG വഴി ഐക്കർ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കമന്റ് ബോക്സിൽ നമ്മുടെ ഐക്കറിന്റെ ഫ്രീ ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. ഫസ്റ്റ്ലി നമ്മൾ ഐക്കർ കൗൺസിലിംഗിന്റെ റിസൾട്ട് വന്നാൽ നമ്മൾ നോക്കേണ്ടത് ഐക്കറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള icarcounseling.com കയറിയിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്താൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന അപ്ലിക്കേഷൻ പോർട്ടലിൽ പാസ്വേഡും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പർ അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം അതിലേക്ക് വരാം, ശേഷം നമുക്ക് അതിലേക്ക് പോവാം. ബേസിക്കലി നമ്മളുടെ സീറ്റ് അലോട്ട്മെന്റ് വരുന്നത് 31st July 2026 ഫ്രൈഡേ 11 മണി മുതലാണ് നമ്മളുടെ സീറ്റ് അലോട്ട്മെന്റ്. അതുപോലെ തന്നെ ഓൺലൈൻ റെസ്പോൺസ് ബൈ ക്വയറീസ് ബൈ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ഡോക്യുമെന്റ് സബ്മിഷന്, ഫീസ് അക്സെപ്റ്റൻസ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്ററിന്റെ ജനറേഷൻ ഓഫ് പ്രൊവിഷൻ അഡ്മിഷൻ ലെറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്, യൂണിവേഴ്സിറ്റീസ് കംപ്ലീറ്റ് ആവുന്നത് 2 August 2026 സൺഡേ ആണ്. 11:50 PM രാത്രിയാണ് കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ തന്നെ എൻഡ് ഓഫ് റീസബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ബൈ കാൻഡിഡേറ്റ്സ്, എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മളുടെ ഇതായിട്ടുണ്ട്, വെരിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, തള്ളിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റീസബ്മിഷൻ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 3 August 2026 മൺഡേ ആണ്. 2 മണി വരെയാണ് സമയമുള്ളത്, ഉച്ചയ്ക്ക്. പിന്നെ വരുന്നത് എൻഡ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് റീസബ്മിറ്റഡ് ഡോക്യുമെന്റ്. നമ്മൾ റീസബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻ 5 മണിയോട് കൂടി തിങ്കളാഴ്ച 3 August കംപ്ലീറ്റ് ചെയ്യും. ശേഷം നമ്മളുടെ സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫീ ഡെപ്പോസിഷൻ ബൈ കാൻഡിഡേറ്റ്സ് അത് 8 മണിക്ക് മുമ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് ബേസിക്കലി ഫസ്റ്റ് റൗണ്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന് ശേഷമാണ് സെക്കൻഡ് റൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതിനു ശേഷം സെക്കൻഡ് റൗണ്ടിലേക്ക് എങ്ങനെയാണ് അതിന്റെ അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഇതിലെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് നമ്മളുടെ സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. നമുക്കിനി സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കാണിക്കാൻ ചാൻസ് ഇല്ല. ഈ വർഷം അങ്ങനെ തന്നെ ആയിരിക്കും, കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കും. സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കാണിക്കുക. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇതായിരിക്കും വരാം, ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരാം. അതിൽ പ്രിന്റ് രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, പ്രിന്റ് റാങ്ക് കാർഡ് എന്നുണ്ടാവും, ചോയ്സ് പ്രിന്റ് ഔട്ട് എന്നുണ്ടാവും. നമ്മൾ പ്രിന്റ് രജിസ്ട്രേഷൻ ഫോം അല്ല, നമ്മൾ ഐക്കറിന് അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമാണ്. പ്രിന്റ് റാങ്ക് കാർഡ് എന്ന് പറഞ്ഞാൽ ഐക്കറിന് നമ്മളെ റാങ്ക് കാർഡ് എത്രയാണ് ആ റാങ്ക് കാർഡാണ്. പിന്നെ ചോയ്സ് പ്രിന്റ് ഔട്ട്, നമ്മൾ കൊടുത്ത കുറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല, അതിന്റെ ചോയ്സ് പ്രിന്റ് ഔട്ട് ആണ് ഈ ചോയ്സ് പ്രിന്റ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് വരാം. ഇതിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു കുട്ടി, നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ഒരു കുട്ടിയുടെ ഇത് റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നുള്ളത്. അപ്പോൾ ആ കുട്ടി BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ഫസ്റ്റ് റൗണ്ട് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിക്ക് കൊടുത്ത ഓപ്ഷൻ കിട്ടി. കുട്ടിയുടെ എനിക്ക് തോന്നുന്നു തേർഡ് സംതിങ് ഓപ്ഷൻ ആയിരുന്നു ഇത്. കൊടുത്ത കിട്ടിയ സമയത്ത് ഈ കുട്ടിക്ക് വന്നൊരു ഇതാണ് ഫസ്റ്റ് റൗണ്ട്. ഇതിലെ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ഏത് അലോട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണ്, അവിടുത്തെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ, ഇമെയിൽ ID കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് കാണാം. അലോട്ട്മെന്റ് ലെറ്റർ വന്നിട്ടുള്ള അലോട്ട്മെന്റ് ലെറ്റർ കാണിക്കാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നമുക്കത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ റിമാർക്ക് എന്നുള്ള സാധനം ഉണ്ട്. അപ്പൊ ഇതിൽ ബേസിക്കലി ഫസ്റ്റ് റൗണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി എടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ ഫീ പേയ്മെന്റ് ചെയ്യണം. അവിടെ നമുക്ക് പേ ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ കയറിയിട്ട് ഫീ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഉദാഹരണം ഒരു യൂണിവേഴ്സിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ 10,000 നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിചാരിക്കാം. അപ്പൊ ഈ ഫീ പേയ്മെന്റ് ചെയ്ത സമയത്ത് നമ്മൾ 10,000 അടച്ചു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും, എന്താ പറയാ, പ്രൊവിഷണലി അഡ്മിറ്റ് ചെയ്യാണ്, അഡ്മിറ്റിംഗ് ഓർ എന്താ പറയാ, പെർമനന്റ്ലി അഡ്മിറ്റിംഗ് ഓർ പ്രൊവിഷണൽ അഡ്മിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ വരും. പ്രൊവിഷണൽ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ അപ്ഗ്രേഡിന് കൊടുക്കുകയാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും വരാം. അത് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്നിരുന്നാലും നിങ്ങൾ ഇവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഇവിടെ ഓക്കെ അല്ല, അടുത്ത അപ്ഗ്രേഡേഷന് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യണം. ആ ഒരു യൂണിവേഴ്സിറ്റി പറയുന്ന ഫീസ് എത്രയാണോ ആ ഫീസ് പേയ്മെന്റ് ചെയ്യണം. ഉദാഹരണം 10,000 ആണെങ്കിൽ 10,000 രൂപ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പേയ്മെന്റ് ചെയ്താലേ നിങ്ങൾ ഫസ്റ്റ് ഇനിയിപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരിഗണിക്കുള്ളൂ. ഇതാണ് ഫസ്റ്റ് റൗണ്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ അഡ്മിഷൻ ലെറ്റർ വരും എന്നുള്ള സാധനം പറയുന്നുണ്ട്. അഡ്മിഷൻ നമുക്ക് ഇതിന് മുമ്പ് പറയുന്നുണ്ട്, നമുക്ക് ഇതിൽ നോക്കാം.
അപ്പോൾ ഇതൊക്കെ ഉണ്ടോ അലോട്ട്മെന്റ് ലെറ്റർ പ്രൊവിഷനിലെ ഫസ്റ്റ് നമ്മൾ പ്രോസസ്സ് വന്നതിന് ശേഷം നമുക്ക് കിട്ടി. ഫസ്റ്റ് കിട്ടിയിട്ട് ഇവിടെ നമുക്ക് അഡ്മിറ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. ഇവിടെ നോക്ക്, നമ്മളിവിടെ സീറ്റ് അക്സെപ്റ്റ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ. അപ്പൊ ഈ പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. നമ്മൾ പേയ്മെന്റ് ചെയ്ത് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊവിഷണൽ ആയിട്ട് അഡ്മിഷൻ ലെറ്റർ നമുക്ക് വരുന്നതായിരിക്കും. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ശേഷം നമുക്ക് വേണം എന്താണ് നമുക്ക് ഇവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ നമുക്ക് അവിടെ ഓക്കെ അല്ല, നമുക്ക് വേറെ സ്ഥലത്ത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ നമുക്ക് പ്രൊവിഷണലി അഡ്മിറ്റ് ചെയ്തിട്ട് എന്താ പറയാ, ബൈ യൂണിവേഴ്സിറ്റി വിത്ത് അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ്, അപ്ഗ്രേഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം, അപ്ഗ്രേഡിന് കൊടുക്കാം. നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു മനസ്സ് മാറാണ്, ലാസ്റ്റ് ഒരു ഇതിന്റെ കൗൺസിൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് മനസ്സ് മാറാണ്, എനിക്ക് ഇനിയിപ്പോ മാറണ്ട, എനിക്ക് ഇത് ഈ യൂണിവേഴ്സിറ്റി തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആക്ഷനിൽ ചേഞ്ച് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ തുടരണം എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ആക്കാം, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ മിസ്റ്റേക്സ് വരുത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൗൺസിലിംഗ് പ്രോസസ്സിലൊക്കെ. അതുപോലെ നിങ്ങൾക്ക് പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ വേണ്ട അങ്ങനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ വേണ്ട, കൗൺസിലിംഗ് പ്രോസസ്സിന് കംപ്ലീറ്റ് എക്സിറ്റ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ നീറ്റിൽ വേറെ എന്തെങ്കിലും കിട്ടി, അല്ലെങ്കിൽ കീമോയിൽ വേറെ എന്തെങ്കിലും അഡ്മിഷൻ കിട്ടി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഡ്രോൾ ഓർ ക്യാൻസലേഷൻ അഡ്മിഷൻ റിക്വസ്റ്റ് എന്നൊക്കെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഔട്ട് ആയി പോകും. നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ വേണ്ട, അപ്പൊ നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് ആയിട്ട് കിട്ടും. കംപ്ലീറ്റ്ലി പൈസ റീഫണ്ട് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ അത് വേണ്ട, നിങ്ങൾ ഇതിന് ഓക്കെ ആണ്, ഈ സീറ്റ് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് സീറ്റ് സെക്യൂർ ചെയ്യാം. ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് പ്രൊവിഷനിലല്ല അല്ലാതെ അഡ്മിറ്റ് ആയി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അഡ്മിറ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്ഗ്രേഡേഷന് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്റ്റാറ്റസ് മാറ്റിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ അടുത്തൊരു യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, നമ്മളൊരു അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ഗ്രേഡേഷൻ കൊടുത്തു, നമുക്ക് അപ്ഗ്രേഡേഷൻ കിട്ടി നമുക്ക് കുറെ കുട്ടികൾ ചോദിക്കുന്നു അപ്ഗ്രേഡേഷൻ കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ എന്താ പറയാ എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പറയാം, നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി കിട്ടിയ ശേഷം നിങ്ങൾ അപ്ഗ്രേഡ് കൊടുത്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് വീണ്ടും സെയിം 10,000 രൂപ അടക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണം പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 10,000 രൂപയാണ് അഡ്മിഷൻ എടുക്കാനുള്ള ഫീസ് എന്ന് വിചാരിക്കാം. ഇനിയിപ്പോ നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പൊ ആ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കിട്ടിയ സമയത്ത് 15,000 ഫീസാണ് വിചാരിക്കാം. അപ്പൊ നമ്മൾ വീണ്ടും അവിടെ 10,000 അടിച്ചു, ഇവിടെ കൂടാതെ 15,000 രൂപ ഇവിടെ അടക്കണമെന്നുണ്ടോ എന്നുള്ള കാര്യം കുറെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, 10,000 നമ്മൾ ഓൾറെഡി അടിച്ചു. ഇനിയിപ്പോ നമ്മൾ 5,000 രൂപ അടിച്ചാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് 5,000 രൂപ അടിച്ചാൽ മതി, കാരണം മറ്റേ 10,000 രൂപ ഇതിലേക്ക് കൺവേർട്ട് ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 10,000 രൂപയാണ് ഫീസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരില്ല. ആ ഫീസ് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിലേക്ക് ഫോർവേഡ് ആയിട്ട് വരും എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെ ഇത് അഡീഷണൽ ആയിട്ട് ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഫീസ് അടക്കേണ്ടി വരും എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്, അപ്ഗ്രേഡേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ബേസിക്കലി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിന്ന് എന്താവും, ഒരു മെയിൽ വരും നിങ്ങൾക്ക്, അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെയിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതിന്റെ നിങ്ങൾക്ക് ഏതാണ് യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുള്ളത്, അപ്പൊ ആ യൂണിവേഴ്സിറ്റിന്ന് മെയിൽ വരും. മെയിൽ വന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങളുടെ ഡോക്യുമെന്റ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം, വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ കാര്യങ്ങൾ വരും. നിങ്ങൾ ആ ഡോക്യുമെന്റ് ആ മെയിൽ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു മെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം, അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഒരു മോഡൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം. ഇപ്പോൾ ഒരു കുട്ടിയുടെ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ലുധിയാന പഞ്ചാബിലുള്ള ക്യാമ്പസിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്, നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു മെയിൽ വരും, നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയി ആ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെയിൽ കാര്യങ്ങൾ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കോള്, മെയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡ്, ഈ ഐക്കറുടെ ഡാഷ്ബോർഡ്, ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ചെക്ക് ചെയ്ത് നിങ്ങൾ ഇതിലേതെങ്കിലും ഭാഗം മിസ്സാക്കി പോയാൽ നിങ്ങൾക്ക് ഇതായി പോകും. കാരണം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇതായി പോയാൽ, തള്ളിപ്പോയാൽ നിങ്ങൾക്ക് മെയിൽ വരും, ആ ഡോക്യുമെന്റ് റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൽ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലും SMS ഒക്കെ ആയിട്ട് വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുൾ ടൈം അലേർട്ട് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോ ബേസിക്കലി അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്ഗ്രേഡേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം ഒരു 10 യൂണിവേഴ്സിറ്റി വെച്ചെന്ന് വിചാരിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് നിങ്ങളുടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു. 10 യൂണിവേഴ്സിറ്റി ഉദാഹരണം പറയാണ്, 10 യൂണിവേഴ്സിറ്റി വെച്ചു, അതിൽ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കിട്ടി മൂന്നാമത്തെ ഓപ്ഷനും. ഇനി നിങ്ങൾ അപ്ഗ്രേഡ് കൊടുക്കാനുള്ള വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന് താഴേക്കുള്ള തമിഴ്നാട് അഗ്രികൾച്ചർ, IAR, ജാർഖണ്ഡ് ഒന്നും അല്ലായിരിക്കും കിട്ടുന്നത്. മൂന്നിന്റെ മുകളിലേക്കുള്ള നിങ്ങളുടെ മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്. നിങ്ങൾ അപ്ഗ്രേഡേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നിന്റെ മുകളിലേക്കുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ, BHU അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. മനസ്സിലായില്ലേ? മൂന്നിന് താഴേക്ക് പോകില്ല, മൂന്നിന് മുകളിലേക്കായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിന്റെ താഴേക്കുള്ള പ്രയോറിറ്റി ഓപ്ഷൻസ് നമുക്ക് അഡ്മിഷൻ കിട്ടൂല, അതിന്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസിലേക്കായിരിക്കും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയിട്ട് പോവാം. മനസ്സിലായല്ലോ? അപ്പൊ എനിക്ക് അപ്ഗ്രേഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റി തന്നെ ഇരിക്കും. അപ്ഗ്രേഡ് ആവാതെ അവിടെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഇതായിട്ടുള്ളതാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് തേർഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് അഡ്മിഷൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഒക്കെ കഴിഞ്ഞു, നിങ്ങളുടെ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും ഇത് വരാം? ഇങ്ങനെ ആയിരിക്കും വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കിട്ടി വിചാരിക്കാം. അപ്പൊ ഇതിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താ പറയാ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടെ പ്രൊവിഷനിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് കൊടുക്കണോ നിങ്ങൾക്ക് ആലോചിക്കാം. ശേഷം നിങ്ങൾക്ക് അതിന്റെ അപ്ഗ്രേഡേഷൻ കൊടുക്കാം. എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കൗൺസിലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ വിചാരിക്കുന്ന മാതിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അല്ല ഐക്കറിന്റെ. അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങൾ, ഈ ഒരു റൗണ്ട് ഓഫ് അഡ്മിഷൻ എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. റൗണ്ട് ഓഫ് അഡ്മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയായിട്ട്. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇതാണ് ഐക്കർ ചോയ്സ് ഫില്ലിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് അലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ മെയിൽ, അതുപോലെ തന്നെ ഐക്കറിന്റെ ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ SMS, കോൾ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അതിലായിരിക്കും നിങ്ങൾ ഇമ്പോർട്ടന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് കിട്ടിയില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കയ്യിലൊന്നും കാണിക്കില്ല, നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. മനസ്സിലായി? ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഐക്കറുമായി ബന്ധപ്പെട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഡ്രോൾ ഓപ്ഷൻ ഉണ്ട്. അവിടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു പ്രോസസ്സ് തന്നെ ഔട്ടായി പോകാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അടുത്തൊരു അപ്ഗ്രേഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊവിഷനിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് സെക്കൻഡ് റൗണ്ടിലേക്ക്, തേർഡ് റൗണ്ടിലേക്കൊക്കെ പോവാം, ഫോർത്ത് റൗണ്ട് വരെ പോവാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐക്കറുമായി ബന്ധപ്പെട്ട് പറയാനുള്ള, ഇതിന്റെ അഡ്മിഷനുമായി, ഇതിന്റെ അലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യില്ല എന്നുള്ള ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ കുട്ടികളെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ തരാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ കയറിയിട്ട് പറഞ്ഞാൽ മതി. നമ്മളിതിൽ എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കമന്റ് ബോക്സ് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ തന്നെ കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.